ആളെവിടെ? അകത്ത് മുറിയിലുണ്ട് സാർ. പാടാണ്, അവനങ്ങോട്ട് അടുക്കുന്നില്ല. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ട് സാർ. ട്രാക്ക് മാറ്റേണ്ടി വരും. ട്രാക്ക് എന്തായാലും മാറ്റണം. ആദ്യം കാര്യം നടക്കട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ സാർ. നിനക്കെൻ്റെ കുഞ്ഞിന് വേണം അല്ലടാ? കരയുന്നോടാ പൊന്ന പൊലിയാടി. ഹലോ. ഹലോ പറയടി. എടാ, നീ പറഞ്ഞൊരു പാറയില്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? പാറയോ? ആടാ, നേരത്തെ നീ പറഞ്ഞില്ലേ ഈ മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു പാറ. ആ പറ. എടാ, ഇപ്പൊ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാമോ? പോവാലോ. നീ അവിടെ കണ്ണു അടച്ചിടുന്നു, ഞാൻ അങ്ങോട്ട് പറന്നു വരാം. എടാ പ്രാന്ത, സ്വപ്നത്തിലല്ല, ഇപ്പൊ ശരിക്കും പോവാൻ പറ്റുമോന്നാ ചോദിക്കുന്നത്. പിന്നെ ഈ പാതിരാത്രി നിന്നെ വീട്ടിൽ വന്ന് പാറ കാണാൻ കൊണ്ടാഞ്ഞിട്ട് എന്ത് തൂക്കാണ്? അയ്യോ, അതിന് നീ എന്റെ വീട്ടിലോട്ടൊന്നും വരണ്ട, ഞാനിതവിടെ ഉണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പതുക്കെ അമ്മേ, നീതി അവിടെയുണ്ട്. ഊതറപ്പെട്ട ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ലല്ലേ കേക്ക്? ഇന്നായിരുന്നല്ലോ എൻ്റെ ബർത്ത്ഡേ. ഇതൊക്കെ ആരോർക്കാനാ? അതൊക്കെ പോട്ടെ, എൻ്റെ ബർത്ത്ഡേ എന്നാ അറിയോ? നിന്റെ ബർത്ത്ഡേ മാർച്ചോ? മാർച്ചല്ല. നിന്റെ ബർത്ത്ഡേ ഡിസംബർ 20. ഡിസംബർ? നീ എന്താ ഈ നേരത്ത് വന്നേ? ഞാനേ ഉറങ്ങാൻ കിടന്നതാടാ. അപ്പൊ എന്റെ സ്വപ്നത്തിൽ വന്ന് നിക്കുന്നു. ആര്? ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാനാ? എന്നിട്ടൊരൊറ്റ ചോദ്യാ, നീ അങ്ങ് മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോന്ന്. ഞാൻ അപ്പൊ തന്നെ വണ്ടി എടുത്തിങ്ങ് പോന്നു. ഈ പാതിരാത്രി മഞ്ഞൊന്നും കാണാൻ പറ്റൂല. വേണ്ട, നാളെ രാവിലെ മഞ്ഞൊക്കെ കൊണ്ട് നമുക്ക് പതുക്കെ വരാം. ഓക്കെ? എന്റെ വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല. അതൊക്കെ ഞാൻ അടിച്ചോളാം. മോൻ ആദ്യം ഒന്ന് എഴുന്നേറ്റ് വന്നേ. വാ. വരാ. അല്ല, നീ എങ്ങനെ ഇതിനകത്ത് കയറിയേ? അത് കൊള്ളാം, വാതിൽ തുറന്നു നടന്നാ പിന്നെ ആർക്കും കയറിക്കൂടെ. വാതിൽ അടച്ചില്ലായിരുന്നു. ഡ്രസ് ഒന്ന് മാറട്ടെ. ഓക്കെ. ഓക്കെ, ഞാൻ വിളിച്ചോളാം മാമച്ചാ. ഇൻഷുറൻസ് എന്തേ? സാറേ, എന്താടോ സാറേ? ഹെൽമെറ്റും ഇല്ല, ഇൻഷുറൻസും ഇല്ല. ഇൻഷുറൻസ് ഇല്ലേ? എന്താന്ന് സാറേ, ഡേറ്റ് മറന്നുപോയി. ഡേറ്റ് തീർന്നറിഞ്ഞില്ല. എവിടെ പോയിട്ട് വരുവാ? അത് ആശുപത്രി പോയതാ സാറേ.
പോ. ആ സാറേ, എവിടെ എന്ത് മഞ്ഞ് എവിടെ? ഞാൻ അന്നേ പറഞ്ഞ ഇവിടെ മഞ്ഞൊന്നും കാണാൻ പറ്റൂലെന്ന്. വെറുതെ മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞ്. എന്തൊരു തണുപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ ഉറങ്ങിയാൽ മതിയായിരുന്നു. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക. നിന്നെ കളിയാക്കൂ? ഇല്ല. അല്ലേ വേണ്ട, നീ കളിയാക്കും. ചോദിക്കടി. വേണ്ടെന്ന്. നിനക്ക് എന്നെ എത്ര ഇഷ്ടാ? എന്താണ് പൈങ്കിളിയ? കാര്യമായിട്ട് ചോദിക്കുക, പറ. കാര്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ ഈ ആകാശത്തോളം ഇഷ്ടം. ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറ, എന്ത് ഈ ആകാശത്തോളം ഇഷ്ടം? സ്പെസിഫിക് ആയിട്ടോ? ഇത് പണ്ടേ എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള കൈമൾ സാറിൻ്റെ വീട്ടിലായിരുന്നു കറണ്ട് ഉണ്ടായിരുന്നത്. സ്വിച്ച് ഇടുമ്പോൾ തെളിയുന്ന ലൈറ്റും കറങ്ങുന്ന ഫാനും ഒക്കെ നമുക്കൊരു അത്ഭുതമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 16 വയസ്സുള്ളപ്പോഴാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. ആ ദിവസം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് വന്നു. സ്വിച്ച് ഇട്ടതും ബൾബൊക്കെ കത്തി. നമ്മൾ ആ വീട്ടിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത മുറികളുടെ മുക്കും മൂലയും എല്ലായിടത്തും പ്രകാശം. ഞാനോർത്ത് അതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണ്. നീ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ. ഇത്ര സ്പെസിഫിക് ആയാൽ മതിയോ? അങ്ങനെ ഞങ്ങൾ അവളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ബീച്ചിലൊക്കെ പോയി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മോളിൽ പോകാൻ തോന്നി. മോളിൽ പോയപ്പോൾ ആണ് ഇതൊക്കെ നിനക്ക് വാങ്ങിയതാ. നൈക്കി അല്ല, പരിഷ്കാരി. എങ്ങനെയുണ്ട്? കൊള്ളാം, ജോർദാൻ. ഈ കളർ നിനക്ക് നല്ല മാച്ച് ആവും തോന്നി. ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് ഒന്ന് സംസാരിക്കണമല്ലേ? പിന്നല്ലാണ്ട് അല്ല, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നാളും പിള്ളേർ കളിച്ച പോലെ അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ചാൽ എൻ്റെ ഈ ക്യാസ്റ്റിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കും? എൻ്റെ പൊന്നു ശരത്തെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? നീ ജീവിതകാലം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുവോ? എന്നല്ലടി, കല്യാണം എന്ന് പറയുമ്പം നിൻ്റെ ഫാമിലി വരും, എൻ്റെ ഫാമിലി വരും, എൻ്റെ റിലേറ്റീവ്സ് വരും. ആ, അതുകൊണ്ട് നിൻ്റെ പപ്പയുടെ അടുത്ത് നമ്മളിത് എങ്ങനെയാണ് അവതരിപ്പിക്കും? ഓ, നീ ബാക്കിയുള്ളവരെ പോലെ എൻ്റെ പപ്പയെ കാണല്ലേ. ഈസ് വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് സിവിലൈസ്ഡ്. പിന്നെ മോറോവർ ഹി ഡസൻറ്റ് കെയർ അബൌട്ട് ഓൾ ദി സില്ലി മാറ്റേഴ്സ്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ മനസ്സിൽ നിന്ന് പോടി. വെയിറ്റ്, അപ്പം നീ ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടെന്നാണോ? ചേ, അങ്ങനെ നീ എന്നെ പ്രേമിക്കുമോ? പിന്നെ എന്താണ് ഇത്? നീയും ഞാനും തമ്മിലുള്ളതല്ലേ, പിന്നെ എന്തിപ്പോൾ നിന്റെ പ്രശ്നം? ആൻഡ് ഓൾസോ യു നോ, പപ്പ അങ്ങനെ ഒരു സാധാരണക്കാരനല്ല. ഈസ് ആൻ IPS ഓഫീസർ. അതല്ല പ്രശ്നം. എന്ത്?
അല്ല വേറൊരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ. എന്താണ്? എനിക്ക് ചെറുതായിട്ട് അച്ഛനില്ല എന്നുള്ളൊരു, പുള്ളി ആരാന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, ചെറുപ്പത്തിലും കണ്ട് നാട് വിട്ടു പോയാന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ അവതരിപ്പിക്കണ്ടേ? അതെ, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരും അല്ലേ? അല്ല നിന്റെ അച്ഛനോ അമ്മയോ കണ്ടിട്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? കല്യാണം കഴിഞ്ഞാൽ നീയും ഞാനും, അത്രേ ഉള്ളൂ. ഫാമിലി അത്രേ ഉള്ളൂ. എനിക്കൊരു ഉമ്മാരോ? ഞാനൊരു ഉമ്മാരല്ലേ? വേണ്ട വേണ്ട.